ഈ ഒരു വീഡിയോയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. പറഞ്ഞു പഠിപ്പിച്ചത് അതുപോലെ പറയുന്നു, അത്ര തന്നെ കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഒരു വൈകുന്നേരത്താണ് പോകുന്നത്, ഓട്ടോയിലാണ് പോകുന്നത്. ബേബിയും ബേബിയുടെ അച്ഛമ്മയും ചെറിയമ്മയും അതുപോലെ തന്നെ സിദ്ധും പിന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവും ഇവരെല്ലാവരും കൂടി ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ കുറേ രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ഒരു ആക്ടിംഗ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇവരാദ്യം പോകുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് തൊഴാൻ പോകുന്നത്. അത്ര നേരമൊന്നും വൈകിട്ടില്ല കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അവരവിടെ എത്തി തോന്നുന്നു കേട്ടോ. അപ്പോൾ അവരിതാ നടന്ന് പോകുന്നു. ഇവർക്ക് പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ, ഇവർ രണ്ടുപേരും കൂടിയ ഭയങ്കര ഇതാണ്. അപ്പോൾ ഇത് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയാണ് ഇത്ര ആ ഭാഗത്തെ. പിന്നെ ഇവിടെ നല്ല അതിമനോഹരമായ ഒരു കുളം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ കുളം കാണാൻ. കണ്ടോ എന്ത് രസമായി കാണാൻ, ഭയങ്കര നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണേ. അപ്പോൾ ഇവർ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തൊഴാൻ പോവാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോഴാണ് അവരവിടെ മനസ്സിലാക്കിയിരുന്നത് നട തുറന്നിട്ടില്ല. അപ്പോൾ അച്ചമ്മ പറയായിരുന്നു ഇത്ര, എന്നാൽ നമുക്ക് കുറച്ച് നേരം കുളത്തേക്ക് നോക്കിയിരുന്നാലോ എന്ന്. അതാണല്ലോ നല്ലത്. അപ്പോൾ അത് അവിടെ പാമ്പങ്കാവിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത് വീഡിയോയിൽ. അവർ സൂം ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഉള്ള ചെറിയമ്മ. അപ്പോൾ അതാ പിന്നെ പറഞ്ഞു ബേബി ഇതായി കാക്കകളൊക്കെ പറന്നു പോകുന്നത് കാണാൻ എന്ത് രസമാണ് ചെറിയമ്മ, അത് വീഡിയോ എടുക്കുന്നു. ചെറിയമ്മ അതുപോലെ തന്നെ എടുത്തു കേട്ടോ. പിന്നെ ഇവർ ഈ വീഡിയോയിൽ കാണുന്നത് ഇവരുടേതായ ഓരോരോ കോപ്രായങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അവരുടേതായ ലോകത്ത് അവർ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും നടന്നു വരുന്ന ഒരു വീഡിയോ എടുക്കുവാൻ പറഞ്ഞു. അപ്പോൾ അവളെടുത്ത് കൊടുത്തു. ഞാനത് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഏത് സമയത്തും ഒരുമിച്ചിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഞങ്ങൾ ഇവിടേക്ക് വന്നാൽ, മേടത്തൂർക്ക് വന്നാൽ ഇവർ ഫുൾ ടൈം ഒരുമിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് അവരുടെ കണ്ടില്ലേ ഓരോരോ പോസുകളാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അവരിതാ അവിടെയൊക്കെ പ്രദക്ഷിണമൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് അവർ വേറൊരു അമ്പലത്തേക്കും കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോടത്തെ ചേച്ചിയമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. ചെറുതായി മഴ ചാറുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതാണല്ലോ കുട പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ബേബി പറഞ്ഞു നമസ്കരിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ നമസ്കരിക്കാൻ ഉണ്ടാവും. നമസ്കരിക്കട്ടെ ചോദിക്കുന്നതും നമസ്കരിക്കുന്നതും ഓടുന്നതും ഒക്കെ പെട്ടെന്നായിരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ബായ് ആയിട്ടില്ലേ കുഞ്ഞാ, കുറച്ച് കഴിയും കേട്ടോ. അവനെ എപ്പോഴും ഇത് കഴിഞ്ഞ വോയിസ് ഓവർ കൊടുക്കൽ കഴിഞ്ഞ ഒരു ബായ് അവനെ പറയണ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അവർ വന്നത് ഈ ഓട്ടോയിലാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത വീട്ടിലോട്ടേനെ. അടുത്തത് ഇവരൊക്കെ പോയത് ഞങ്ങളുടെ ധർമ്മദൈവത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ ബേബിക്കുട്ടിയുടെ അച്ഛൻ്റെ ധർമ്മദൈവം അവിടെയാണ്, കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടേക്കാണത് പോയത്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ഭാഗങ്ങളൊന്നും ഇട്ടില്ല, കഴിയുന്ന ഭാഗമാണ് എടുത്തത്. അവർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അവിടുന്ന് തൊഴുതിറങ്ങുന്നത്. അപ്പോൾ അവർ വീഡിയോ പെട്ടെന്ന് എടുക്കണം കണ്ടപ്പോൾ പേടിക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ അത് അവരൊക്കെ അത് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ കയ്യിൽ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് ഓടി വരികയാണ് കേട്ടോ ബേബി. നല്ല രണ്ടുപേരും സിദ്ധും ബേബിയും കൂടി ഓടി വരികയാണ്. ഓടി വന്ന് വീട്ടിലെത്തിയ ശേഷം അവരുടെ ഡ്രസ്സൊക്കെ മാറി ഭയങ്കര പഠിപ്പാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് രാത്രി ബേബിക്ക് ഭയങ്കര ഛർദിയായിരുന്നു കേട്ടോ ഗൈസ്. ഹോസ്പിറ്റലിലൊക്കെ പോക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ഇന്നത്തെ വീഡിയോ ബൈ.